Hello my dear students, all of you should stay home, stay safe. എല്ലാവരും വീട്ടിൽ സേഫ് ആയിരിക്കുക. അതേപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. പുറത്തൊന്നും അധികം കറങ്ങി നടക്കാതിരിക്കുക. അതേപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് periodicity in properties. Last class we have discussed about the periodic classification, like modern periodic table ne patti parnu. There are 18 groups and 7 periods, like 18 groups and 7 periods unnu vannu. 18 groups eduthu namukkariyam adil roman letter 1 2 3 4 5 6 8 vare ullu shirikkum 1 2 3 4 5 6 18 vare undu than ആ 1 2 എന്ന് പറഞ്ഞു. റോമൻ ലെറ്റർ 3 എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ 13 ആണ്, ബോറോൺ ഫാമിലി. അതായത് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. 14 ഗ്രൂപ്പ് എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ് ആർ ദെയർ. ആൻഡ് ഓൺ ഗോയിങ് അക്രോസ് എ പീരീഡ് വി ഹാവ് സീൻ ദാറ്റ് ദ അറ്റോമിക് നമ്പർ ഇൻക്രീസസ്. ഇറ്റ് മീൻസ് the number of electrons increases, at the same time the number of protons increases. Number of protons are present in the nucleus and the electrons are present around the nucleus in orbits or shells. And atom contains equal number of protons and electrons. That is why atom is electrically neutral. So electrically neutral ആണ് atom. At the same number of protons and electrons ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതോറും നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിലുള്ള അറ്റോമിക് നമ്പർ ഇൻക്രീസസ്. ഇറ്റ് മീൻസ് എന്താണ് പറയാം, അതിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് ന്യൂക്ലിയസ് അട്രാക്ട്സ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് മോർ ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. എന്ത് ചെയ്യും, ന്യൂക്ലിയസ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് അതിനോട് അടുത്ത് നിർത്തും. As a result, atom in the shrinking, atomic size decreases. So in the atomic size along a period decreases and down the group atomic size increases. Atomic size the group will koodan kaaranam endana, on going down the group what happens, the number of shells increases. Idu kaanan pattum ഷെല്ലിൻ്റെ എണ്ണം കൂടും അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ടീച്ചർ അവിടെ 10 ബെഞ്ച് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ നമുക്ക് അങ്ങോട്ട് അത്രയും റീച്ച് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് 2 3 4 5 6 ഏറ്റവും കുറേ നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ന്യൂക്ലിയസിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ന്യൂക്ലിയസ് cannot exert much force towards the outermost shell because it is far away from the nucleus, that is last shell. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ അത്രയ്ക്ക് ന്യൂക്ലിയസിന് പറ്റില്ല ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പം എന്താ സംഭവിക്കുന്നത്, ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ഓൺ ഗോയിങ് ഡൗൺ എ ഗ്രൂപ്പ് ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് ആൻഡ് ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്. ആസ് എ റിസൾട്ട് ന്യൂക്ലിയസ് കനോട്ട് അട്രാക്ട് ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് മച്ച് ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. ആൻഡ് അപ്പോൾ അതുകൊണ്ട് എന്താ, ആസ് എ റിസൾട്ട് ദ അറ്റോമിക് സൈസ് ഡിക്രീസസ്. സോ അറ്റോമിക് സൈസ് ഇൻക്രീസസ്. കൂടും, ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നതിൽ എന്തായിരിക്കും, സൈസ് കൂടും. അതുകൊണ്ട് തന്നെ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും, ഇൻക്രീസ്. നമുക്കറിയാമല്ലോ ഒരു ചെറിയ സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റേഡിയസ് ആണ് ചൂടെ വലുതാണല്ലോ. ആൻഡ് സോമോട്ട് എന്തായിരിക്കും നമുക്കറിയാം, സൈസ് കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് റേഡിയസ് കൂടും. സോ എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ, അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നും ഔട്ടർമോസ്റ്റ് ഷെൽ, ലാസ്റ്റ് ഇലക്ട്രോൺ ഉള്ള ഔട്ടർമോസ്റ്റ് ഷെൽ വരെയുള്ള ഡിസ്റ്റൻസിനാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് കൂടും, അറ്റോമിക് സൈസ് കൂടുതൽ സംഭവിക്കും, അറ്റോമിക് റേഡിയസ് ഓൾസോ ഇൻക്രീസസ്. എന്താ നമുക്ക് നോക്കാം, ഒരു ഗ്രൂപ്പിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നോക്കി, അറ്റോമിക് സൈസ് ഇൻക്രീസസ്. റീസൺ പറഞ്ഞല്ലോ, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. ഇനി അങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അയോണൈസേഷൻ എനർജി ഡിക്രീസസ്. സോ വാട്ട് ഈസ് അയോണൈസേഷൻ എനർജി? അയോണൈസേഷൻ എനർജി ഈസ് ദ, നമുക്ക് എന്താ പേരിൽ തന്നെ ഉണ്ടല്ലേ, അയണൈസ് ചെയ്യാൻ ആവശ്യമായ എനർജി. ദാറ്റ് മീൻസ് ഒരു ഇപ്പോൾ സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇറ്റ് കണ്ടെയ്ൻസ് 1 ഇലക്ട്രോൺ. വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം? ആദിത്യ എന്തായിരിക്കും എൻ്റെ, സോഡിയം 11 ആണ് അറ്റോമിക് നമ്പർ, like 2 8 1 വരും. ഇറ്റ് കണ്ടെയ്ൻസ് only 1 ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ഔട്ടർമോസ്റ്റ് ഷെൽ ആൻഡ്
The ionization energy is the amount of energy required to release the outermost loosely bound electron from an isolated gaseous atom. അതായത് ആ ഒരു ആറ്റത്തിൽ നിന്ന് ആ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിക്ക് പറഞ്ഞ പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി ഓർ അയണൈസേഷൻ എൻതാൽപ്പി. It is the amount of energy required to release the most loosely bound electron from an isolated gaseous atom. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും സംഭവിക്കുന്നത്? ഡൗൺ ദ ഗ്രൂപ്പ് ന്യൂക്ലിയസിൽ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു ഏറ്റവും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയില്ല. അപ്പോൾ വളരെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്ത് നിർത്തിയേക്കുവാണെങ്കിൽ പാടായിരിക്കും റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണിനെ അവിടുന്ന് കൊണ്ടുപോകാൻ പാടല്ല. അപ്പോൾ ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജ് ആവാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജി. അപ്പോൾ ന്യൂക്ലിയസിൽ നടന്നു പോകുന്നതോറും എന്തായിരിക്കും? ന്യൂക്ലിയസ് അത്രയും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് റിലീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് ദ ലെസ് എമൗണ്ട് ഓഫ് എനർജി ഈസ് നീഡഡ് ടു റിലീസ് ഇലക്ട്രോൺ വെൻ ഗോയിങ് ഡൗൺ എ ഗ്രൂപ്പ്. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മതി. ഒരു ഗ്രൂപ്പ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റൂബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഏറ്റവും സൈസ് നമുക്കറിയാം ഫ്രാൻസിയത്തിനാണ്. പക്ഷേ ഫ്രാൻസിയം മീൻസ് റേഡിയോ ആക്റ്റീവ്, അതുകൊണ്ട് നമ്മൾ ഫ്രാൻസിയസിനെ കൺസിഡർ ചെയ്യുന്നില്ല. സീഷ്യം എടുക്കാൻ നമുക്കറിയാം. അതിനകത്ത് ലാസ്റ്റ് ഷെൽ കണ്ടെയ്ൻസ് 1 ഇലക്ട്രോൺ. ഇതിലെ എല്ലാ ഗ്രൂപ്പിനും ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സ് ഓൾ ദി എലമെന്റ്സ് ബിലോങ്ങിങ് ടു ദ ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് ലാസ്റ്റ് ഷെൽ 1 ഇലക്ട്രോൺ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിന്റെ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റൂബീഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്തായാലും കണ്ടെയ്ൻസ് ഓൺലി 1 ഇലക്ട്രോൺ ഇൻ outermost shell. പക്ഷേ the amount of energy needed to release 1 electron from cesium is very small, but amount of energy needed to release 1 electron from lithium is comparatively high. On going down a group, ionization energy decreases. അതായത് സീഷ്യത്തിൽ നിന്ന് ഇലക്ട്രോണിനെ ഇറക്കി വിട്ട് CS+, സീഷ്യം പ്ലസ് ആവാനായിരിക്കും കുറച്ച് എനർജി, ബട്ട് more energy is needed to release an electron from lithium and become Li+. അല്ലേ? ലിഥിയത്തിന് പോസിറ്റീവ് ആണെങ്കിൽ വേണം കുറച്ചുകൂടെ എനർജി വേണം. എന്താണ് റീസൺ? ലിഥിയത്തിന് സൈസ് സ്മോളർ ആണ്, ന്യൂക്ലിയസുമായിട്ട് അടുത്താണ് ആ ഇലക്ട്രോൺ നിൽക്കുന്നത്. സോ ന്യൂക്ലിയസ് cannot exert much force to the outermost electron of cesium. അതാണ് അപ്പോൾ അതിൻ്റെ റീസൺ. സോ when going down a group, the ionization energy decreases. Therefore it is very easy to remove the outermost shell electron. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് അതിന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് വിളിക്കാം? മെറ്റൽസ്. സോ ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് പോസിറ്റീവ് ചാർജ് ആകുന്നവരെ എന്ത് വിളിക്കാം? മെറ്റൽസ്. സോ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് എന്തായിരിക്കും? ഇൻക്രീസസ്. അപ്പോൾ എന്താ ആദ്യം സംഭവിക്കുന്നത്? മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസസ്. റീസൺ എന്താണ്? അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നതാണ് അതിൻ്റെ റീസൺ. ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറയാവുന്ന റൂൾസുകളാണ്. ആൻഡ് നോക്കി നോൺ മെറ്റാലിക് ക്യാരക്ടർ. വാട്ട് ഈസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ? ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ എലമെന്റ് ടു റിസീവ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള ടെൻഡൻസി ഉള്ളവരെയാണ് സാധാരണ നോൺ മെറ്റൽസ്. നെഗറ്റീവ് ചാർജ് ആവാൻ ടെൻഡൻസി ഉള്ളവരെയാണ് ജനറലി കോൾഡ് നോൺ മെറ്റൽസ്. പിന്നെ അതിന് ഫിസിക്കൽ നേച്ചറൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരിക്കലാണ് നോൺ മെറ്റൽസ് ഉണ്ട് അല്ലേ? അങ്ങനെ കുറേ നേച്ചേഴ്സ് ഉണ്ട് ഫിസിക്കൽ നേച്ചർ. സോ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? Decreases. തമ്മിൽ ഓപ്പോസിറ്റ് ആണ്. സോ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇത് സംഭവിക്കും? ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. വാട്ട് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി? എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ എലമെന്റ് ടു റിസീവ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ റിസീവ് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജ് ആവാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിക്കാണ് ഇലക്ട്രോണിക്. അല്ലെങ്കിൽ എന്താണ്? ഒരു എലമെന്റ് നിൽക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ആവാൻ ആവശ്യമായ അതിനെയാണ് എന്താ പറയുക? നമ്മൾ ആ കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് ആൻ എലമെന്റ് ടു അക്വയർ ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടു ഇറ്റ്സെൽഫ്. അതായത് രണ്ട് എലമെന്റ്സ് ബോണ്ട് ചെയ്തിരിക്കും, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. നമുക്കറിയാം അവിടെ 2 ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ചെയ്താണ് എന്താകും? HCl കോവാലന്റ് ബോണ്ട് ഉണ്ടാകും. ബട്ട് ദീസ് 2 ഇലക്ട്രോൺസ് ആർ more attracted to chlorine. ക്ലോറിൻ ഈ എലമെന്റ്സ് ഈ 2 ഇലക്ട്രോൺസിനെ കുറച്ചുകൂടെ ക്ലോറിൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടുപോകും. ആക്ച്വലി നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ആ 2 ഡോട്ട്സ് എവിടെ വരയ്ക്കുന്നത്? ഇൻ ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് 2 എലമെന്റ്സ്. ബട്ട് ഡ്യൂ ടു ദ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ക്ലോറിൻ,
chlorine attracts the shared pair of electrons more towards itself. അപ്പോൾ അങ്ങനെയുള്ള ചില എലമെന്റ്സിന്റെ ടെൻഡൻസിക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി. It is a tendency of elements to receive the or attract the shared pair of electrons to itself. ശരിക്കും അത് രണ്ടുപേർക്ക് കൂടെ ഉള്ളതാണ്. കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്ക് കൂടെ ഈക്വൽ റൈറ്റ് ആണ് ആ ഇലക്ട്രോൺസിന് വേണ്ടി. ബട്ട് chlorine attracts these electrons more towards itself. So chlorine is said to be electronegative than hydrogen. ആ ഹൈഡ്രജനെ കൂടിയാണ് നമുക്ക് ഇലക്ട്രോപോസിറ്റീവ്. അതാണ് ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോപോസിറ്റിവിറ്റി നമുക്ക് എങ്ങനെ പറയാം? ഗ്രൂപ്പിൽ ഇലക്ട്രോപോസിറ്റിവിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഈ മെറ്റാലിക് ആയിട്ട് ഇലക്ട്രോപോസിറ്റിവിറ്റി സെയിം ആണെന്ന് നോക്കണം. What is electropositivity? It is a tendency of element to lose electron and become positive charge. That is called electropositivity. So what is electropositivity? It is a tendency of element to lose electron and become positive charge. What is electronegativity? It is a tendency of element to receive the shared pair of electrons to itself and become negative charge. So in that, why chlorine is called electronegative? Because it has a tendency to acquire the shared pair of electrons to itself. Okay, electropositivity എന്ന് പറയുന്നത് മെറ്റാലിക് ആറ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. So down the group, electropositivity and metallic character increases. As a result, electronegativity and non-metallic character decreases. Electronegativity, non-metallic character couple ചെയ്ത് ഓർത്തുവെക്കുക. ഇലക്ട്രോപോസിറ്റിവിറ്റി മെറ്റാലിക് ക്യാരക്ടറും ഓർത്തുവെക്കുക ഒരുമിച്ച്. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഇലക്ട്രോപോസിറ്റിവിറ്റി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. സോ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. ദെൻ വാലൻസി നോക്കി ഗ്രൂപ്പിലെയാണ് നമ്മൾ ഈ പറയുന്നതല്ല, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പീരീഡ്. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് പറയാം. സോ നോക്കി ഗ്രൂപ്പില് വാലൻസി റിമെയിൻസ് സെയിം. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എടുത്താൽ എന്തായിരിക്കും? വാലൻസി റിമെയിൻ സെയിം. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എടുക്കാം. എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പ്? ആരാണ് നമ്മൾ പറഞ്ഞത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. All of you know to write the electronic configuration. Electronic configuration is അറിയാലോ. Atomic number of lithium is 3. So electronic configuration 2 1 വരും. And sodium എന്താ atomic number 11 ആണ്. Electronic configuration വരും 281 വരും. 281. So it also contains 1 electron in its outermost shell. What is the number of potassium? It is 19. So we can write 281. So it also contains 1 electron in its outermost shell. So outermost shell contains 1 electrons. That is first അടുത്ത രണ്ട് ഗ്രൂപ്പിന്റെ ഹീലിയം ഒരു എക്സെപ്ഷൻ ആണ്. ബാക്കി എല്ലാ എലമെന്റ്സിനും 1 or 2 ഇലക്ട്രോൺസ് വന്ന ഗ്രൂപ്പ് നമ്പർ എന്തായിരിക്കും? അത് തന്നെയായിരിക്കും. സോ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ എല്ലാം വാലൻസി എന്താണ്? 1 ആണ്. വാലൻസ് ഇലക്ട്രോൺസ് ഈസ് ഓൾസോ 1. സോ ദാറ്റ് ബിലോങ്ങിങ്സ് ടു ഫസ്റ്റ് ഗ്രൂപ്പ്. അതിന്റെ എല്ലാം വാലൻസി സെയിം അല്ലേ? So belonging to a particular group, all the elements possess same valency. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എടുത്താൽ എല്ലാ എലമെന്റ്സിനും എന്തായിരിക്കും? സെയിം വാലൻസി. അതാണ് ഇപ്പോൾ ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കും? വാലൻസി റിമെയിൻ സെയിം. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെ എടുത്ത് നോക്കിയിട്ട് തന്നെ ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെ എടുത്താലും അതുപോലെ തന്നെ ആയിരിക്കും. വാലൻസി 2 ആണ്. So in a group the valency remain same. പിന്നെ ചില എലമെന്റ്സ് നമുക്കറിയാം, ചില എക്സെപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 17 ഗ്രൂപ്പ് എലമെന്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ all the elements have valency 1. സെക്കൻഡ് ഗ്രൂപ്പ് all the elements have valency 2. ആൻഡ് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ എലമെന്റ്സിനും വാലൻസി 3 ബ്ലോക്കിലെ എലമെന്റ്സിനെ എടുത്താൽ 13 തൊട്ട് ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എലമെന്റ്സിനെ എടുക്കുമ്പോൾ വാലൻസിക്ക് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ പീരിയോഡിക് ടേബിളിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്കും വാലൻസിക്ക് എന്താണ് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ദേ ഹാവ് വേരിയബിൾ വാലൻസി. ഒന്നിൽ കൂടുതൽ വാലൻസി കാണും. അതാണ് ഒരു ചെറിയ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. 13 ഗ്രൂപ്പിലെ എലമെന്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ ബോറോൺ, അലുമിനിയം ഒക്കെ ഗ്രൂപ്പ് വാലൻസി തന്നെയാണ്. ഗാലിയം, ഇൻഡിയം, താലിയം. 14 ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് അവർക്കും വാലൻസി 4 തന്നെയാണ്. 15 ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് അതിനൊക്കെ വാലൻസി എന്താ വരുന്നത്?
15 ഗ്രൂപ്പിനെ എടുക്കുമ്പോൾ ഫോസ്ഫറസിന് കൂടുതലും വാലൻസി ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് -3 ആണ്. യെല്ലോ വിത്ത് ദാറ്റ് ഇറ്റ് ഓൾസോ പൊസസ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർ പോസിറ്റീവ് വാലൻസി. അപ്പോൾ അതാ പറഞ്ഞത് പി ബ്ലോക്ക് എലമെന്റ്സിനെ എടുക്കുമ്പോൾ. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് 13ാമത്തെ 13 ഗ്രൂപ്പ് തൊട്ട് 18 ഗ്രൂപ്പ് എലമെന്റ്. 18 ഗ്രൂപ്പ് എലമെന്റ്സ് ഓൾ ഹാവ് വാലൻസി 0. കാര്യം they contain 8 electrons in their valence shell. അല്ലേ? അപ്പോൾ 8 - 8 എന്ന് പറയുന്ന ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്ന നമ്പർ. സോ 8 - 8 0 ആയിരിക്കും അവരുടെ വാലൻസി. അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ എലമെന്റ്സിനും വാലൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രൂപ്പിൽ വാലൻസി സെയിം ആയിരിക്കും. പിന്നെ ചില എലമെന്റ്സിന് എന്തായിരിക്കും? എക്സ്ട്രാ വാലൻസീസ് കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് വാലൻസി അല്ലാതെ എക്സ്ട്രാ വാലൻസീസ് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഏതൊക്കെയാണ്? 13, 14, 15 ഗ്രൂപ്പിലേക്ക് താഴോട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന ആൾക്കാർ. ബോറോണിന് കൂടുതലും വാലൻസി വരുന്നത് എന്താണ്? -3 ആണ്. അലൂമിനിയം +3 ഉണ്ട്. അലുമിനിയത്തിന് +3 ആണ് വരുന്നത്. അതുപോലെ തന്നെ ബോറോണിന് +3 ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഫോസ്ഫറസ് എടുത്തു കഴിഞ്ഞാൽ അതിന് -3 ഉണ്ട്. അതേപോലെ തന്നെ +5 ഉണ്ട്. നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്താണ്? -3 ഉണ്ട്, +3 ഉണ്ടൊക്കെ വാലൻസി വരുന്നുണ്ട്. പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക് എടുത്താൽ അതിന് +5 വാലൻസി വരുന്നുണ്ട്. ഇപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ദ ടെൻഡൻസി ടു ബിക്കം +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർക്കാനുള്ളത്. എന്താ കാരണം? +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് താഴേക്ക് വരുമ്പോൾ +5 വാലൻസി കൂടാൻ കാരണം എന്താണ്? 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിനെ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അല്ലെ? മെറ്റൽസ് ആകുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കില്ല. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ടെൻഡൻസി ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്യാൻ. റീസൺ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ദ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ഇനി മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അറ്റോമിക് സൈസ് ഇൻക്രീസസ്. ആസ് എ റിസൾട്ട് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് and the tendency to act as positive valency or tendency to become positive valency increases down the group. മേലിലാകുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. താഴെ വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരും. അപ്പോൾ പോസിറ്റീവ് വാലൻസി കൂടി വരും. അല്ലെ? ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടി വരും. മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. അത് ഓർക്കുക. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതാണ് ഒരു ഗ്രൂപ്പിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ വാലൻസി എന്തായിരിക്കും? ഗ്രൂപ്പ് വാലൻസി സെയിം ആയിരിക്കും. ഒരു ഗ്രൂപ്പിൽ വാലൻസി റിമെയിൻ സെയിം. ആൻഡ് ഇൻ എ പീരീഡ് നമുക്ക് ബാലൻസ് ചെയ്യാം. ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. വാലൻസി എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ദെൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു പീരീഡിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സെക്കൻഡ് പീരീഡിൽ വരുന്ന ആരൊക്കെയാണ്? ഏതൊക്കെയാണ്? ലിഥിയം, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ വരെ എടുക്കുന്നു. അല്ലേ? അപ്പം ഫ്ലൂറിനെ നമുക്കറിയാം ബെറിലിയം, മഗ്നീഷ്യം, അങ്ങോട്ട് താഴോട്ട് പോകും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് എന്താ പറയുന്നത്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങോട്ട് പോകുമ്പോൾ ഫ്ലൂറിൻ വരെ. നമുക്കറിയാം ലിഥിയത്തിന് വാലൻസി എന്താ വരുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ് 1 ആണ്. ബെറിലിയത്തിന്റെ 2 ആണ് വരുന്നത്. ബോറോണിന്റെ 3, കാർബണിന്റെ 4, നൈട്രജൻ അങ്ങോട്ട് വരുമ്പോൾ +5. ഓക്സിജൻ എന്ത് വരാം? -2 ഉണ്ട്. അതേപോലെ തന്നെ 6 വരാം. ഓക്സിജന്റെ ഫാമിലിയിലെ ആൾക്കാണ്. ഓക്സിജന് -2 ആണ് കൂടുതലുള്ളതെങ്കിൽ ഓക്സിജന്റെ താഴെ വരുന്ന സൾഫറിനൊക്കെ എന്ത് വരാറുണ്ട്? +6 വരാറുണ്ട്. ഫ്ലൂറിന് എപ്പോഴും എന്തേ ഉള്ളൂ? -1 ഉള്ളൂ. പക്ഷെ ക്ലോറിനൊക്കെ എന്തുണ്ട്? +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം വാലൻസി ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ വാലൻസി ഡിക്രീസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ +5ന്റെ കൂടെ തന്നെ നമുക്കറിയാം 5 8ൽ നിന്നും 5 മൈനസ് ഇപ്പം എന്ത് 3 കിട്ടും. അതേപോലെ 8ൽ നിന്ന് 6 മൈനസ് 6 വാലൻസി എടുക്കുന്നത് 6 മൈനസ് നമ്മൾ -2 വരും. അതുപോലെ 8ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 1. സോ വി ക്യാൻ സീ ദാറ്റ് വാലൻസി ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വാലൻസി ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. എങ്കിലും ഓരോ എലമെന്റ്സിന്റെ നേച്ചർ അനുസരിച്ച് വാലൻസിക്ക് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ദാറ്റ് യു വിൽ സ്റ്റഡി ഇൻ ഹയർ ക്ലാസ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഹയർ ക്ലാസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും വാലൻസിയെ പറ്റി എന്താണെന്നുള്ളത്. എത്ര ഓർക്കുക? വാലൻസി ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ് ഇൻ എ പീരീഡ് ഓൺ ഗോയിങ് അക്രോസ് എ പീരീഡ്. എന്തായിരിക്കും? വാലൻസി ആദ്യം കൂടുന്നു പിന്നെ കുറയും. ഗ്രൂപ്പിലാണ് വാലൻസി റിമെയിൻസ്.
ഇനി നമുക്ക് പീരീഡിൽ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസസ്. എന്താണ് പീരീഡിലെല്ലാം പറയാൻ റീസൺ? എന്താണ് റീസൺ? നമുക്കറിയാം, അങ്ങോട്ട് പോകും തോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, നമ്പർ ഓഫ് ഷെൽസ് റിമെയിൻ സെയിം. എന്തായിരിക്കും? ഷെല്ലിന്റെ എണ്ണം സെയിം ആണ്, പക്ഷേ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടി വരും. കാരണം എന്താണ്? പോസിറ്റീവ് ചാർജ് കൂടും, നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടും, അറ്റോമിക് നമ്പർ കൂടും. സോ അപ്പോൾ ഗോയിങ് അക്രോസ് എ പീരീഡ് ഈ 3 പോയിന്റ്സ് ഓർത്ത് വെക്കുക. അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ആൻഡ് positive charge of nucleus increases. As a result, effective nuclear charge increases. Therefore, the size of the atom decreases. അപ്പോൾ ന്യൂക്ലിയസുമായിട്ട് അടുത്തടുത്ത് വരികയാണ് ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നതോറും ആൾക്കാർ. അതനുസരിച്ച് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ ടെൻഡൻസി തീരെ കുറവായിരിക്കും അവർക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ സൈസ് കുറയും, അതേപോലെ തന്നെ ആറ്റത്തിന്റെ റേഡിയസും കുറയും. സോ ഓൺ ഗോയിങ് അക്രോസ് എ പീരീഡ് the atomic size decreases, atomic radius decreases, then ionization energy increases. Uncertainty എന്തുവാ? It is the energy required to remove the most loosely bound electron from an atom. ഇല്ല, ആറ്റത്തിൽ ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ ആവശ്യമായ എനർജി എന്ത് പറയുന്നത്? നമ്മൾ അയണൈസേഷൻ എനർജി. നമുക്കറിയാം, ഒരു പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? അയണൈസേഷൻ എനർജി അങ്ങോട്ട് പോകുന്നതോറും കൂടി വരും. കാരണം ആ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതേപോലെ നോക്കിക്കുന്ന മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കും? ഒരു പീരീഡിൽ സംഭവിക്കുന്ന പീരീഡിൽ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഇൻ എ പീരീഡ്. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഇൻ എ പീരീഡ് അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇവിടെ മെറ്റലായിരുന്നു ലിഥിയം, ബെറിലിയം മെറ്റലായിരുന്നു, ബോറോൺ. നമ്മൾ പോകുന്നൊരു നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് ഇൻക്രീസ് ചെയ്യുന്നത്. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ കണ്ടോ ഇൻക്രീസ് ചെയ്യുന്നു. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ ദ പീരീഡ്. ആ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആരാണ്? ഫ്ലൂറിൻ. ഇതൊരു പീരീഡ് നമ്മൾ എഴുതിയത്. സെക്കൻഡ് പീരീഡ് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. So fluorine is the most electronegative element in the period. Then electronegativity നമുക്കറിയാം increases. Then valency എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു first increases then decreases. ഇത് കണ്ടല്ലോ നമ്മളങ്ങനെ വരും. valency first increases then decreases. അപ്പോൾ അതാണ് വരുന്നത്. ഇത്രയുമാണ് നമുക്ക് periodicity properties. അതായത് periodic properties എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും വേരി ചെയ്യുന്നതെന്നുള്ളതാണ്. So let us conclude our session. Today we were mainly discussed about the periodic properties. Periodic properties ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അറ്റോമിക് സൈസ് പറഞ്ഞു, അറ്റോമിക് റേഡിയസ് പറഞ്ഞു. എന്താണ് അറ്റോമിക് സൈസ് സംഭവിക്കുന്നത്? എലോങ് എ പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസസ്. ആസ് എ റിസൾട്ട് അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അയോണൈസേഷൻ എനർജി എലോങ് എ പീരീഡ് increases and electronegativity decreases, electropositivity increases. ഇത്രയും കാര്യങ്ങൾ. അതുപോലെ വാലൻസി ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ആൻഡ് എലോങ് എ ഗ്രൂപ്പ്, അതായത് ഓൺ ഗോയിങ് ഡൗൺ എ ഗ്രൂപ്പ് എന്തായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്? അറ്റോമിക് സൈസ് ഇൻക്രീസസ്, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്, distance from the nucleus increases. It is very easy to remove the last shell electron, that is ionization energy decreases. Metallic character increases, non-metallic character decreases. പിന്നെ electronegativity decreases, electropositivity increases. വാലൻസിയോ remains same. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗ്രൂപ്പിലും പീരീഡിലും പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. I will send the notes through the Google Classroom. All of you write the notes. See you in next class. Okay, thank you.